നമസ്കാരം. ഇന്ന് ഡോക്ടർ ചാറ്റിലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്നിവിടെ ആങ്കർ ഇല്ല. ഞങ്ങൾ 2 ഡോക്ടേഴ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ ഒ പിയിൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ആൻ. ഡോക്ടർ സബീൻ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ഒ പി ഡിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അമിത രോമ വളർച്ച. ആസ് എ ഡെർമറ്റോളജിസ്റ്റ് നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നതും ഒരു ഷേവിങ് അല്ലേ? അപ്പോൾ ഷേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് മിത്സ് ഉണ്ട്, അതൊന്ന് പറയാമോ? അതെ, ഏറ്റവും വലിയൊരു ഭയം എന്താണെന്ന് വെച്ചാൽ ഷേവ് ചെയ്യുമ്പോൾ ആണുങ്ങളുടെ രോമം വളരുന്നത് പോലെ അത് കട്ടി കൂടി വളരുമോ, അല്ലെങ്കിൽ അവിടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കൂടുമോ, അതൊക്കെയാണ് ഏറ്റവും വലിയ പേടി. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ ടെർമിനൽ ഹെയർ ആണ്. അത് കുറേയും കൂടെ ഡാർക്കറാണ്, തിക്കറാണ്, അതുപോലെ തന്നെ കോഴ്സറാണ്. പക്ഷേ പെണ്ണുങ്ങൾക്ക് എപ്പോഴും അത് വെല്ലസ് ഹെയർ ആണ്. വെല്ലസ് ഹെയർ എന്ന് പറയുമ്പം നേരിയതാണ്, സോഫ്റ്ററാണ്, അതുപോലെ തന്നെ ലൈറ്ററാണ്. അതുകൊണ്ട് തന്നെയും നമ്മൾക്ക് ഇപ്പം ഹോർമോണൽ ലെവൽസ് നോർമൽ ആണെങ്കിൽ ഒരിക്കലും വെല്ലസ് ഹെയർ ടെർമിനൽ ഹെയർ ആയിട്ട് മാറില്ല. പക്ഷേ ഇപ്പോൾ PCOD ഒക്കെ ഉള്ള ഒരാൾക്ക് ഈ ആൻഡ്രോജൻ ലെവൽസ് കൂടിയിരിക്കുന്നതുകൊണ്ട് ചിലപ്പം ആ വെല്ലസ് ഹെയർ ടെർമിനൽ ഹെയർ ആയിട്ട് മാറാം. മാത്രമല്ല വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയർ ഗ്രോത്തിൻ്റെ സ്റ്റിമുലസ് അത് ഡീപ്പർ ഹെയർ റൂട്ട്സിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും ഷേവ് ചെയ്യുന്നത് കൊണ്ട് ഈ ഹെയർ ഗ്രോത്ത് കൂടാനോ അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കൂടാനോ സാധ്യതയില്ല. ഈ സെയിം ലോജിക്കാണ് നമ്മൾ കുഞ്ഞു പിള്ളേരുടെ 6 മാസമൊക്കെ ആകുമ്പോൾ മുടി ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലോണം തഴച്ച് വളരും എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതും ഇതുപോലെ തന്നെയാണ്. ആ ബേബിയുടെ പ്രായമാകുമ്പോൾ തല നിറച്ച് മുടിയുണ്ടാകും, അല്ലാണ്ട് 6 മാസത്തിൽ അത് ഷേവ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ പല ബ്രൈറ്റനിങ് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിച്ചാൽ ഇവ പറയുന്ന ആ ഇഫക്റ്റ് ഉണ്ടാകുമോ, അതോ ഇത് വെറും മാർക്കറ്റിംഗ് ഗിമ്മിക്കാണോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒ പിയിൽ ഇപ്പം പ്രായഭേദമന്യേ എല്ലാവർക്കും വെളുക്കണം എന്നൊരു കോൺസെപ്റ്റ് പണ്ടത്തേനെക്കാട്ടും ഒത്തിരി മാറിയിട്ടുണ്ടെങ്കിൽ പോലും വൈറ്റനിങ് ക്രീംസിൻ്റെ ഉപയോഗം കുറച്ച് മിസ്യൂസ് ആകുന്നുണ്ടോ നമുക്ക് തോന്നാറുണ്ട്. ഓവർനൈറ്റ് വൈറ്റനിങ് അല്ലെങ്കിൽ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിയാൽ അതിനാൽ തന്നെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് വൈറ്റനിങ് ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നല്ല ഫെയർ ആയിട്ട് എല്ലാവർക്കും ഒരേ നിറമുണ്ടായേനെ. അത് നമ്മുടെ ഒരു ബ്രൗണിഷ് സ്കിന്നിൽ ഒരിക്കലും പോസിബിളും അല്ല. ഈ ഓവർനൈറ്റ് വൈറ്റനിങ്ങിലുള്ള ഒരുപാട് കണ്ടൻസ് നമ്മുടെ സ്കിന്നിന് ദോഷകരമാകും എന്നുള്ളത് വളരെ ഒളിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഓവർനൈറ്റ് വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കുമ്പം ആദ്യമേ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ സ്കിന്നിന് കട്ടി കുറയുന്ന പോലെ അനുഭവപ്പെടാറുണ്ട്. സ്കിന്നിന് കട്ടി കുറയുമ്പോൾ ഒരു അട്രോഫി തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു വൈറ്റനിങ് എഫക്റ്റ് ഫീൽ ചെയ്യും. അപ്പോഴെല്ലാവർക്കും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പ്രവണത കിടക്കും. അത് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ അതിനകത്തൊരു ഡിപ്പെൻഡൻ്റ് ആകും. ചിലപ്പോൾ നമ്മുടെ വെസൽസൊക്കെ തെളിഞ്ഞു വരാം. അത് നിർത്തണം എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ നിർത്തി കഴിയുമ്പോൾ ഒരു റീബൗണ്ട് പിഗ്മെൻറ്റേഷനിലേക്ക് പോകാം. അപ്പോഴവരതിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആകും. അത് മാത്രമല്ല, അതിന് മൂലമായിട്ട് ആക്നെഫോം എറപ്ഷൻസ് വരാം, പിമ്പിൾ പോലത്തെ. അപ്പം നിർത്താൻ പാടുള്ളതും അല്ല. തന്നെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ എപ്പോഴും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് വൈറ്റനിങ് ആവശ്യമുണ്ടോ, ബ്രൈറ്റനിങ് ആവശ്യമുണ്ടോ, ഡോക്ടറിൻ്റെ സഹായത്തോടെ തന്നെ ചെയ്യുക. അതെ, അത് നമ്മൾ പതുക്കെ വിത്ഡ്രോ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? ഒറ്റയടിക്ക് നിർത്തല്ല ചെയ്യുന്നത്. യെസ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ഫോളോ ചെയ്താലേ നമുക്കത് കംപ്ലീറ്റ്ലി നിർത്താൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഈ ബ്രൈറ്റനിങ് എന്ന് പറയുന്നത് നമുക്ക് സ്ലോലി കിട്ടേണ്ടതാണ്. ഒരു 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ കിട്ടേണ്ടതുമല്ല. അതെ അതെ. അതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറില്ലേ, മുഖം ആവി പിടിക്കുന്നത് നല്ലതാണോ? ആവി പിടിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഗ്ലോ ഒക്കെ കിട്ടും എന്നുള്ളത്. എന്നിരുന്നാലും അത് നിത്യവും ചെയ്യുന്നതിൽ എന്തെങ്കിലും അപകടമുണ്ടോ? നമ്മൾ യൂഷ്വലി ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പം ഈ ഫേഷ്യലിൻ്റെ ഭാഗമായിട്ട് അവരെപ്പോഴും ഒരു സ്റ്റീമിംഗ് ഉണ്ട്. ആ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ മുഖം നല്ല ചുമന്ന് തുടുത്ത് ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പം ആരായാലും എന്നും തന്നെ ചെയ്യാനൊരു തോന്നൽ വരും. ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റീം എന്ന് പറഞ്ഞാൽ ആവി അല്ലേ? ആവി എന്തൊക്കെ പറഞ്ഞാലും ചെറിയൊരു ചൂട് അല്ലെങ്കിൽ പൊള്ളുന്നതിൻ്റെ ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്, സ്കാൽഡിങ്, അല്ലെങ്കിൽ ചെറിയൊരു മൈനർ തേർമൽ ഇഞ്ചുറിയാണ് ഉണ്ടാകുന്നത്. അപ്പം ഏതൊരു ഇഞ്ചുറി സ്കിന്നിനുണ്ടായാലും അത് ഹീൽ ചെയ്യാൻ അവിടെ മെലനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയും അവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് കൂടുതൽ ഡ്രൈ ആവാനും അതുപോലെ തന്നെ ചെറിയ മൈക്രോ ടേഴ്സ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെയും സ്റ്റീമിങ് എപ്പോഴും നമുക്ക് വല്ല സൈനസ് കഞ്ചഷനോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. അത് കൂടി വന്ന മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ആ തേർമൽ ഇഞ്ചുറി നമ്മുടെ ബാരിയർ ഫങ്ഷനെ ഡിസ്റപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തത്. ഓക്കെ. റീസെൻ്റ്ലി നമ്മൾ കണ്ടുവരുന്നത് പേഷ്യൻസ് ഇങ്ങോട്ട് വന്നിട്ട് പറയും, ഡോക്ടറെ ഞങ്ങൾക്ക് ചിക്കൻ സ്കിന്നാണ് അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിന്നാണ്. ഇത് എന്തുകൊണ്ടാണോ ഉണ്ടാകുന്നത്, അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുത്താലോ? ഉറപ്പായിട്ടും ഈ സ്ട്രോബെറി സ്കിൻ അല്ലെ ചിക്കൻ സ്കിൻ അല്ലെങ്കിൽ കെററ്റോസിസ് പൈലാറിസ് ഇതൊരു ജനറ്റിക് സ്കിൻ ടൈപ്പാണ്. ബേസിക്കലി നമ്മുടെ അപ്പർ ആം, തൈസ്, ചിലവർക്ക് അപ്പർ ബാക്ക് അല്ലെങ്കിൽ കാലിലൊക്കെ ഇത് കാണപ്പെടാറുണ്ട്. ഇത് കൂടുതലായിട്ടും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒരു അലർജിക് ടെൻഡൻസീസ് ഉള്ളവർക്കുമാണ് കാണാറ്. ഒരു എക്സ്ട്രീം വെതറിൽ മെയിനായിട്ട് നമ്മുടെ ഈ വിൻ്റർ ടൈമിലൊക്കെ ഇത് വളരെ കൂടുകയും ചെയ്യും. ഇത് ബേസിക്കലി നമ്മുടെ ഒരു സ്കിന്നിനൊരു എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു സ്കിൻ ഷെഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഒരു എവറി 2 to 3 വീക്സ് അല്ല 3 to 4 വീക്സ് നടക്കേണ്ടത്. ഈ എക്സ്ഫോളിയേഷൻ ഡിഫക്റ്റീവ് ആവുകയും ഈ ഹെയർ ഫോളിക്കിൾ അല്ലെ ഹെയർ റൂട്ടിൽ കെരാറ്റിൻ പ്ലഗ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ കെരാറ്റോസിസ് പൈലാറിസ്. അപ്പോൾ ഈ കെരാറ്റിനെ ഡിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഓപ്ഷൻ. ആൾക്കാർ ചോദിക്കും നമുക്ക് മെക്കാനിക്കലി സ്ക്രബ് ചെയ്തത് കളയാൻ പറ്റുമെന്ന്. അപ്പോൾ സ്ക്രബിങ് നമ്മൾ ഓൾറെഡി പറയാറുണ്ട്, സ്ക്രബിങ്ങിൻ്റെ ഭാഗമായിട്ട് പിഗ്മെൻറ്റേഷൻസ് വരാം, അതൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് കെമിക്കൽ എക്സ്ഫോളിയേഷനാണ് ഇവിടെ ഏറ്റവും ഉത്തമം. കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആസിഡ് നമുക്ക് ഈ 4% യൂറിയ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ 10% യൂറിയ പ്രിപ്പറേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ കെമിക്കൽ പീൽസ്, അപ്പോൾ അതിനകത്ത് സാലിസിലിക് ആസിഡ് ഉപയോഗിക്കാം, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഈവൻ യെല്ലോ പീൽ പോലും ഇതിന് എഫക്റ്റീവായിട്ട് കാണുന്നു. ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വീണ്ടും റെക്കർ ചെയ്യാം. കാരണം ആദ്യമേ പറഞ്ഞ പോലെ ജനറ്റിക് സ്കിൻ ടൈപ്പ് അല്ലേ. പക്ഷേ ഈ ഡിഫക്റ്റ് വരുമ്പം ഹെയറിന് പ്രോപ്പറായിട്ട് ഗ്രോ പുറത്തോട്ട് ചെയ്യാൻ പറ്റാതെ വരികയും അതുകൊണ്ട് ഒരു ഇൻഗ്രോൺ ഹെയർ രൂപാന്തരപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഒരു സറൗണ്ടിങ് ഇൻഫ്ലമേഷനൊക്കെ വരുമ്പോഴാണ് ഈ കറുത്ത കുത്തുകുത്തിൻ്റെ കൂടെ ഒരു ചുമപ്പും കൂടെ വരിക. അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ലേസർ ഹെയർ. അപ്പോൾ ലേസർ ഹെയർ റിഡക്ഷൻ ചെയ്യുമ്പം ഇൻഗ്രോൺ ഹെയറിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യാം. ഇതൊക്കെയാണ് സ്ട്രോബെറി സ്കിന്നിനെ കുറിച്ച് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെയാണ് പെട്ടെന്ന് കണ്ടുവരുന്നത്. കാണാത്തൊരു കാര്യം പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ കാണുമ്പം അവരതിനെക്കുറിച്ച് ഒത്തിരി വറീഡ് ആകാറുണ്ട്. കാരണം ഡ്രസ്സൊക്കെ ഇടുമ്പം അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ടൊക്കെ കാണുന്നു. ഇപ്പോൾ ഗ്രേ ഹെയർ ഉള്ളവർക്ക് അതൊന്ന് ബ്ലാക്ക് ആക്കണം. അവർക്കിപ്പോൾ പല രീതിയിലുള്ള ഗ്രേയിങ്, ആൻറ്റി ഗ്രേയിങ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഷാംപൂസ് ആകാം, വെറുതെ ഒരു ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് കിട്ടുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഉപയോഗിക്കുന്ന ആ ഷാംപൂ ഉപയോഗിച്ചാലും നമ്മൾ 10-15 മിനിറ്റ് ഉപയോഗിക്കുന്ന ഹെയർ കളറിങ് പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ടോ? അതിലെന്തെങ്കിലും ഒരു മിത്തുണ്ടോ? ഹെയർ കളറിങ്ങിനെ കുറിച്ച് ഇപ്പം ഒത്തിരി പേർക്ക് കൺസേൺസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ 2 തരം റിയാക്ഷനാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ ഹെയർ ഡൈയിനോട്. അത് ഇൻസ്റ്റൻ്റായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. നമ്മൾ തേച്ച് കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പം ഉടനെ ചുമപ്പുണ്ടാവാം, ചൊറിച്ചിലുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ പൊട്ടി നീര് പോലെ വരാം. അതൊക്കെയാണ് ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ. പിന്നെയുള്ളത് കുറച്ച് ലേറ്റ് റിയാക്ഷനാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തേക്കുമ്പോഴൊന്നും കുഴപ്പമില്ല, ചിലപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം ഉണ്ടാവുന്നത്. അതൊക്കെയാണ് ലേറ്റ് റിയാക്ഷൻ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു വരുന്നത്, ചിലപ്പോൾ 5-6 വർഷം നമ്മൾ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ അതിനോടൊരു റിയാക്ഷൻ ഉണ്ടാവുന്നത്. അതും ചിലപ്പോൾ സെയിം ബ്രാൻഡായിരിക്കും ഉപയോഗിക്കുന്നത്, എന്നാലും റിയാക്ഷൻ ഉണ്ടാവാം. അതെന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷനാണ് ചിലപ്പം ഒരു സമയത്ത് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ പേഷ്യൻസ് ചോദിക്കുന്നത്, എന്നാൽ അമോണിയ ഫ്രീ ഹെയർ ഡൈ ഉപയോഗിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന്. പക്ഷേ അമോണിയ ഫ്രീ ഹെയർ ഡൈ ആണെങ്കിൽ പോലും അതിനകത്ത് വേറെ കോമ്പൗണ്ട്സ് ഉണ്ട്. ഇപ്പം എത്തനോളമീൻ എന്ന് പറയുന്നതുണ്ട്, PPD അല്ലെങ്കിൽ പാരാഫിനൈൽ ഡയമീൻ. ഈ പറയുന്ന കെമിക്കൽസും നമുക്ക് ഈ സെയിം കൈൻഡ് ഓഫ് റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നല്ലത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പാച്ച് ടെസ്റ്റ് സാധാരണ കാണാത്ത സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ട് 48 അത് വാഷ് ഓഫ് ചെയ്യുക, എന്നിട്ട് 48 hours ഒബ്സർവ് ചെയ്യുക. അവിടെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്കാൽപ്പ് ഒരു ലാർജർ ഏരിയ ആണല്ലോ, അവിടെ ഉപയോഗിച്ചാൽ എന്തായാലും ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഈ സെയിം ലോജിക്കാണ് നമ്മളുടെ എന്താ പറയുക ഇൻഡിഗോ പൗഡർ, നീലയാമ്പരി. ഇപ്പം നീലയാമ്പരിയുടെയാണ് റിയാക്ഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെന്ന, ബ്ലാക്ക് ടാറ്റു, ഇതിനൊക്കെ ഈ സെയിം റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അലർജി കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതായത് 10 കൊല്ലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ പ്രോഡക്റ്റ് 11ാമത്തെ കൊല്ലം അലർജി ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല.
പ്ലസ് പാച്ച് ടെസ്റ്റിംഗ് ഭയങ്കര മാൻഡേറ്ററി ആണ്. ഹോം റെമഡീസിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ മഞ്ഞൾ, രക്തചന്ദനം, നാരങ്ങ എന്നതൊക്കെ. അപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താലോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പണ്ട് നമ്മുടെ പഴയ തലമുറക്കാരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു സത്യമാണ്. ഇതിലൊരു ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ആസ് എ ഡെർമറ്റോളജിസ്റ്റ് നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ ഇത്തിരി പാടുള്ളതുമാണ്. എസ്പെഷ്യലി ഇപ്പം ഉദാഹരണം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ്, അത് നമുക്കൊരു അറിയാം ലോ pH ഹൈലി ആസിഡിക്കുമാണ്. ഹൈലി ആസിഡിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഒരു ബാരിയർ ലെയർ ഉണ്ട്. ആ ബാരിയർ ലെയറിന് എന്തെങ്കിലും ഒരു ബ്രീച്ച് വരുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഹൈപ്പർ സെൻസിറ്റീവ് ആകുക, പെട്ടെന്ന് ഭയങ്കര ഫോട്ടോ സെൻസിറ്റീവ് ആകുക. അപ്പോൾ ഇങ്ങനത്തെ ആസിഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് അതൊരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് ആഴ്ചയിലൊന്നൊക്കെ ഇങ്ങനെ സ്ഥിരം ഉപയോഗിച്ച് കഴിയുമ്പം ഒരു എക്സ്ഫോളിയേഷൻ നടക്കുന്നു, മൈക്രോ ഇഞ്ചുറീസ് എപ്പോഴും നടക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെയാണ് ടേമറിക് ആൻഡ് രക്തചന്ദനം. എല്ലാ സ്കിന്നും ഒരുപോലെയല്ല റെസ്പോണ്ട് ചെയ്യുക. ഓരോരുത്തരുടെ സ്കിൻ നമ്മളെപ്പോഴും പറയില്ലേ യുണീക്കാണ്. അപ്പോൾ ഓരോ രീതിയിലുമാണ് ഓരോരുത്തരുടെ റെസ്പോൺസ് വരിക. ഇപ്പോൾ അതുമാത്രമല്ല, ടൂത്ത് പേസ്റ്റ്, പേരയില, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാവർക്കും റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ ഹോം റെമഡീസ് വൺസ് ഇൻ എ വൈൽ ഓക്കെ, പക്ഷെ അതൊരു റെഗുലർ പ്രോസസ്സ് ആക്കരുതെന്നുള്ളതാണ് നമ്മുടെ ഒരു അഡ്വൈസ്. നേരത്തെ മുതൽ നമ്മുടെ ഒരു കുളിക്കുമ്പോഴത്തെ രീതിയാണ് സ്ക്രബ് ചെയ്ത് കുളിക്കുക എന്നുള്ളത്. പഴമക്കാരാണെങ്കിൽ ഇഞ്ച, ചകിരി അവയൊക്കെ ഉപയോഗിച്ച് നല്ലോണം തേച്ച് കുളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് പകരം നമുക്ക് ലൂഫ പല രീതിയിലുള്ള അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഒരു ബോഡി വാഷൊക്കെ ഉപയോഗിച്ച് കുളിക്കുമ്പം അത് ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ അവരോട് പറയും ഈ ഇഞ്ച, ചകിരി ഇതൊന്നും ഉപയോഗിക്കരുത്, അങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ ഒളിച്ചിരിക്കാൻ മാത്രം സ്ഥലമൊന്നുമില്ല അഴുക്കിന് എന്ന് പറയും. അപ്പോൾ അവർ പറയും ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, എന്നാൽ വാഴയില ഉരച്ച് കുളിച്ചോട്ടെ എന്ന് ചോദിക്കും. അവർക്ക് എന്തെങ്കിലും വെച്ചൊന്നും ഉരച്ചില്ലെങ്കിൽ കുളി തൃപ്തിയാവില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷേ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഈ പറയുന്ന പോലെ ഉരയ്ക്കുമ്പോഴൊക്കെ ചെറിയ അബ്രേഷൻസ്, ചെറിയ മുറിവുകൾ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആക്കുവാണ്, നമ്മുടെ ആ മോയ്സ്ചർ ഇതൊക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്നതൊക്കെ എഗൈൻ ഈ പിഗ്മെൻറ്റേഷൻ, എക്സീമ അങ്ങനെയൊക്കെ ആവാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിച്ച് കഴിയുമ്പം ഒന്നും വേണ്ട, സോപ്പ് വെച്ച് പതപ്പിച്ച് കഴുകിക്കളയുക. അത് കഴിഞ്ഞ് ഒന്ന് ഉപ്പിക്കഴിഞ്ഞ് കഴിയുമ്പം നല്ലൊരു മോയ്സ്ചറൈസർ പുരട്ടി ആ മോയ്സ്ചറിനെയും ആ ഹൈഡ്രേഷനെയും ലോക്ക് ഇൻ ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പേഷ്യൻസ് പലപ്പോഴും പറയാറുണ്ട് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മുഖം കുറച്ചും കൂടി ഡാർക്ക് ആകുന്നു എന്ന്. ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഡാർക്കനിങ് എഫക്റ്റ് ഒത്തിരി പേര് പറയാറുണ്ട്. അതിന് മെയിനായിട്ടുള്ളൊരു അണ്ടർലൈങ് ഒരു കോസ്, വൺ അമംഗ് ദ കോസസ് എന്ന് പറയുന്നത് അവരിലുള്ള ഒരു ഡ്രൈ സ്കിൻ. ഇപ്പോൾ ഒരു അണ്ടർലൈങ് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയാലല്ലേ ഒരു ഗ്ലോ വരുള്ളൂ. ആ ഡ്രൈനെസ്സിനെ നമ്മൾ ടേക്ക് ചെയ്യാൻ വേണ്ടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, ഓവർ ദാൻ അപ്ലൈ യുവർ സൺസ്ക്രീൻ. അതുപോലെ തന്നെ ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ഒരു ഫിസിക്കൽ സൺസ്ക്രീനും ആകാം. ഫിസിക്കൽ സൺസ്ക്രീൻ ഭയങ്കര ഇഫക്റ്റീവ് ആണെങ്കിലും അത് അപ്ലൈ ചെയ്യുമ്പം ഉടനെ തന്നെ സ്കിന്നിലേക്ക് അത് അബ്സോർബ്ഡ് ആവുന്നില്ല. അപ്പോൾ UV റേസ് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ അതുമൂലവും നമുക്കൊരു ഗ്രേഷ് ടിഞ്ച് വരാം, അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷൻ പോലെ അനുഭവപ്പെടാം. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റ് ഫിനിഷ്, നമുക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കുന്ന സൺസ്ക്രീൻസ്, അതും ഒരു ഗ്രേഷ് ടിഞ്ച് പോലെ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഫിസിക്കൽ സൺസ്ക്രീനിനെക്കാട്ടും ഒരു കെമിക്കൽ ആൻഡ് ഒരു ഹൈബ്രിഡ് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഉപയോഗിക്കുന്ന ഈ സൺസ്ക്രീനിൽ അതിൻ്റെ വൈറ്റമിൻ C ഒരു അൺസ്റ്റേബിൾ ഫോം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. പണ്ട് നമ്മൾ എല്ലാ ദിവസവും തല കഴുകുന്ന ഒരു പ്രകൃതമായിരുന്നു നമുക്ക്. ഇപ്പോൾ അത് ഒരുപാട് മോഡിഫൈഡ് ആയിട്ട് ആഴ്ച 2 മതി, ആഴ്ചയിൽ 3 മതി, തല കഴുകിയാൽ കൂടുതൽ മുടി പൊഴിയാം, ഷാമ്പു റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കൂട്ടാം. ഇതിലൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ജനത്തിൻ്റെ ഇടയിലുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എണ്ണ തേക്കും, പിന്നെ അത് വെറുതെ വെള്ളം വെച്ച് കഴുകും. അതാണ് ഹെയർ വാഷ് എന്ന് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് എണ്ണയോ അഴുക്കോ വേർപ്പോ ഒന്നും കഴുകിക്കളയുന്നില്ല.
അതുകൊണ്ട് തന്നെയും ഈ ഈർപ്പമൊക്കെ കാരണം ഡാൻഡ്രഫ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ എണ്ണ ഇരിക്കുന്നത് കൊണ്ട് തന്നെയും ഈർപ്പം കൂടി ഡാൻഡ്രഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാച്ചുറൽ ഓയിൽസ്, സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓയിൽസ് ഒരു പരിധി വരെ നമുക്ക് ഗുണമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇനി പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും വാഷ് ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി ഈ മാനുവൽ ലേബറേഴ്സ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് ഒത്തിരി സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ എല്ലാ ദിവസവും കഴുകുന്നതിലും തെറ്റില്ല. അപ്പോൾ ഒരു മൈൽഡ് ഷാംപൂ ഓൺ എവറിഡേ ബേസിസ് അത് കുഴപ്പമൊന്നുമുള്ളതല്ല. ഷാംപൂ. അതെ. ഐസ് ഡിപ്പിംഗ് അല്ലെങ്കിൽ ഐസ് ഫേഷ്യലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മുമ്പ് ഡോക്ടറാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റീം ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, അതേ ഇഞ്ചുറിയാണ് ഇവിടെ നടക്കുക. നമ്മളൊരു ഐസിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു വാസോ കൺസ്ട്രക്ഷനൊക്കെ വന്ന് ഒരു ഗഷിങ് ഓഫ് ബ്ലഡ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു റെഡ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ പ്ലംബായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്തു തുടങ്ങുമ്പം ഒരു കോൾഡ് ഇഞ്ചുറിയാണ് അവിടെ വരിക. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള കുഞ്ഞ് ക്യാപ്പിലറീസൊക്കെ അത് പൊട്ടാനൊക്കെ കാരണമാകും. വൺസ് ഇൻ എ വൈൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഓൺ എ റെഗുലർ ബേസിസ് ഇത് ചെയ്യാത്തതാണ് നല്ലത്. നമ്മുടെ ടീനേജേഴ്സിൽ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കൊറിയൻ സ്കിൻ. ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർ കൊറിയൻ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാൽ ഒരു കൊറിയൻ സ്കിൻ കിട്ടുമോ? ഇവിടെ എനിക്ക് ബാഡ് ന്യൂസ് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഇന്ത്യൻസിന് കൊറിയൻ ഗ്ലാസ് സ്കിൻ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിന് മെയിൻലി 2 കാരണമാണുള്ളത്. ഒന്ന് നമ്മുടെ സ്ട്രക്ചർ ആൻഡ് ജനറ്റിക് കാരണം, രണ്ടാമത്തത് നമ്മുടെ ക്ലൈമാറ്റിക് റീസൺസ്. ഇനി സ്ട്രക്ചറിൽ പറയുമ്പം നമ്മളുടെ സെബേഷ്യസ് ആക്ടിവിറ്റി ഒത്തിരി കൂടുതലാണ്, നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ പോർസ് കുറച്ചും കൂടി ഉണ്ടാവും. ഇതൊക്കെ കാരണം നമുക്ക് ആക്നെ പ്രോണാണ്. നമ്മുടെ സ്കിന്നിൽ പല സ്കിൻ ടോൺ ഉണ്ടാവും. നമ്മുടെ ഒരു ഫേസിൽ തന്നെ പല ഏരിയാസിൽ പല ടോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് ആ ട്രാൻസ്ലൂസൻസി അറ്റൈൻ ചെയ്യാനും പറ്റില്ല. പിന്നെ വേറെ ഉള്ളത് നമ്മുടെ മെലനിൻ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് സൺ ടാൻ കൂടുതലുണ്ടാവും, പിഗ്മെൻറ്റേഷൻ കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെയും ഒരിക്കലും ഈ കൊറിയൻസിൻ്റെ പോലെ ആ ഒരു ഗ്ലാസി അപ്പിയറൻസ് നമുക്കുണ്ടാവില്ല. പിന്നെ ക്ലൈമാറ്റിക് പറയുമ്പം ഇവിടെ ഹൈ UV ഇൻഡെക്സ് ആണ്, ഹൈ പൊല്യൂഷനാണ്. അതുകൊണ്ടൊക്കെ തന്നെയും നമ്മുടെ സ്കിൻ എപ്പോഴും ആ ഇഫക്റ്റ് എന്തായാലും കാണിക്കും. അപ്പം നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഇന്ത്യൻ ഗ്ലോയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? കൊറിയൻ ഗ്ലാസ് സ്കിൻ വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മളതൊന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്, നമ്മുടെ ടീനേജ് കുട്ടികളോട് പ്രത്യേകിച്ചും. നമ്മൾ മുടി നരച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ആ കാണുന്ന മുടി ഒന്ന് പറിച്ചെടുക്കാൻ. പക്ഷെ അങ്ങനെ പറിക്കുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്ത് എല്ലാ മുടിയും നരയ്ക്കാൻ സാധ്യതയുണ്ടോ? അതൊരു തെറ്റിദ്ധാരണയല്ലേ. നമ്മൾ ആ ഹെയർ ഫോളിക്കിൾ അല്ലെ ഹെയറിനെ പറിക്കുമ്പം ആ ഹെയർ മാത്രമേ നമ്മൾ പറിച്ചെടുക്കുന്നുള്ളൂ. സറൗണ്ടിങ് സ്കിന്നിലേക്ക് അതുമൂലം ഗ്രേയിങ് സ്പ്രെഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് ഈ ഹെയറിനെ പ്ലക്ക് ചെയ്ത് കളയുമ്പം അതുമൂലം ഒരു ഇൻഫ്ലമേഷൻ അവിടെ സംഭവിക്കാം. അതുകൊണ്ട് അവിടുത്തെ മുടി കൊഴിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട്, ട്രാക്ഷണൽ ആലോപേഷ്യ എന്നൊക്കെ പറയുന്ന പോലെ. അല്ലാതെ ഒരിക്കലും സറൗണ്ടിങ് ഹെയർ ഗ്രേ ആകില്ല. അതുപോലെ ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ അല്ലേ, ഇതിന് ആൾക്കാർ ചോദിക്കാറില്ലേ നമുക്കിതൊരു സ്കിൻ കെയർ എന്തൊക്കെ ചെയ്യാം? അതെ, വിൻ്റർ സീസൺ ആകുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറെ മാറ്റേണ്ടതാണ്, അല്ലേ? വിൻ്റർ സീസൺ ആകുമ്പം എല്ലാവരുടെയും തന്നെ സ്കിൻ കുറച്ച് ഡ്രൈനെസ്സും വെളിച്ചിലും എല്ലാം ഉണ്ടാവും. അപ്പം അതിന് ഉത്തമമായൊരു മോയ്സ്ചറൈസറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ വിൻ്റർ ആകുമ്പം വെയിലില്ലല്ലോ, ചൂടില്ലല്ലോ, അതുകൊണ്ട് സൺസ്ക്രീൻ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ ഏത് വിൻ്റർ ആയാലും സമ്മർ ആയാലും സൺസ്ക്രീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തത് ന്യൂട്രീഷനും ഹൈഡ്രേഷനുമാണ്. വെള്ളം നല്ലോണം കുടിക്കണം. ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളം എല്ലാ ദിവസവും തന്നെ കുടിക്കണം. ന്യൂട്രീഷനിലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതിലും വെള്ളം വാട്ടർ ഉണ്ടല്ലോ, അത് നല്ലോണം കഴിക്കണം. അതുപോലെ തന്നെ പിക്കിൾഡ് അല്ലെങ്കിൽ ഉപ്പും പുളിയും ഒക്കെ കൂടിയ ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതെ ഇരിക്കാൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രബിങ് ഒഴിവാക്കുക. ഇന്നത്തെ ഈ ഡോക്ടർ ചാറ്റിലെ ഞങ്ങളുടെ ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വയറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ടു അസ്. വിഷിംഗ് യു ഓൾ എ മെറി ക്രിസ്മസ്.